ഇന്ത്യ കഴിഞ്ഞാൽ ജനസംഖ്യയിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് ചൈന. ആ ചൈന എന്ന രാജ്യത്തിന്റെ മൊത്തം ഘടനയെ ബാധിക്കുന്ന ഒരു കണ്ടെത്തലുമായി എത്തിയിരിക്കുകയാണ് ഗവേഷകർ ഇപ്പോൾ. ജലചൂഷണവും നഗരപ്രദേശങ്ങളിലെ കെട്ടിടങ്ങളുടെ വർദ്ധിച്ചുവരുന്ന ഭാരവും കാരണം ചൈനയിലെ പ്രധാന നഗരങ്ങളിൽ പകുതിയും മുങ്ങിപ്പോകുന്നതായി പഠനം പറയുന്നു. സയൻസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണം ബീജിംഗും ടിയാൻജിനും ഉൾപ്പെടെയുള്ള ചൈനീസ് നഗരങ്ങൾ മിതമായും കഠിനമായും അപകട സാധ്യത നേരിടുന്നുണ്ടെന്ന് കണ്ടെത്തി. 270 ദശലക്ഷം നഗരവാസികളെ ബാധിക്കുന്നതാണ് ഈ പഠനം. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ നഗരങ്ങളുടെ എണ്ണത്തിൽ വർധനവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവയെല്ലാം മുങ്ങാനൊരുങ്ങുന്നു എന്നാണ് പഠനത്തിൽ പറയുന്നത്. ചൈനയിലെ നഗരപ്രദേശത്തിന്റെ 45% ഭൂപ്രദേശങ്ങൾ പ്രതിവർഷം 3 മില്ലിമീറ്ററിൽ കൂടുതൽ വേഗത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നും 16% പ്രദേശം പ്രതിവർഷത്തിൽ 10 മില്ലിമീറ്ററോളം മുങ്ങുന്നു എന്നുമാണ് പഠനത്തിൽ പറയുന്നത്. ഗവേഷണത്തിനായി ശാസ്ത്രജ്ഞർ 2015 മുതൽ 2022 വരെയുള്ള കാലയളവിൽ 2 ദശലക്ഷത്തിലധികം ജനസംഖ്യയുള്ള എല്ലാ ചൈനീസ് നഗരങ്ങളിലും പഠനം നടത്തി. ഈ പ്രദേശങ്ങളിൽ ഭൂമിയുടെ പ്രതലത്തിന്റെ താഴ്ച എത്രമാത്രം ആയിരിക്കുമെന്നാണ് ഗവേഷകർ അളന്നത്. അവർ പരിശോധിച്ച 82 നഗരങ്ങളിൽ ചില നഗരങ്ങളുടെ വിസ്തൃതി അതിവേഗം കുറയുന്നതായാണ് കണ്ടെത്തിയത്. 6 നഗരങ്ങളിൽ 1 പ്രതിവർഷം 10 മില്ലിമീറ്ററിൽ കൂടുതൽ താഴ്ന്നു പോകുന്നതായും കണ്ടെത്തി. ചൈനയിലെ ഏറ്റവും വലിയ നഗരമായ ഷാങ്ഹായ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ 3 മീറ്റർ വരെ മുങ്ങി താഴുന്നത് തുടരുമ്പോൾ ബീജിംഗ് എന്ന നഗരം അതിന്റെ സബ്വേകൾക്കും ഹൈവേകൾക്കും സമീപം പ്രതിവർഷം 45 മില്ലിമീറ്റർ മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് കണ്ടെത്തിയത്. ഭൂഗർഭജലം ഇല്ലാതാകൽ, കെട്ടിടങ്ങളുടെ ഭാരം തുടങ്ങിയ നിരവധി കാരണങ്ങളാലാണ് നഗരങ്ങൾ മുങ്ങുന്നതെന്ന് ഗവേഷകർ അടിവരയിട്ടു. ബഹുനില കെട്ടിടങ്ങൾ പൊങ്ങി വരുന്നു, റോഡ് സംവിധാനങ്ങൾ വികസിക്കുന്നു, ഭൂഗർഭജലം ഉപയോഗിക്കപ്പെടുന്നു, എല്ലാം ദ്രുതഗതിയിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ മാറ്റങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് ഗവേഷകർ പറയുകയാണ്. ഭൂഗർഭജലത്തിന്റെ ഉപയോഗവും വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. മറ്റ് ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ ഗവേഷണം അനുസരിച്ച് നഗരഗതാഗത ശൃംഖലകളും ഹൈഡ്രോ കാർബൺ വേർതിരിച്ചെടുക്കലും ഖനനവും എല്ലാം ഈ ഭൂപ്രദേശം നഷ്ടമാകാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. രാജ്യം തന്നെ ഇല്ലാതാക്കാനും ഇത് കാരണമാകുന്നു എന്ന് പറയപ്പെടുന്നു. പ്രധാനമായും നഗരപരിസരങ്ങളിലെ മനുഷ്യന്റെ പ്രവർത്തനങ്ങളാൽ നയിക്കപ്പെടുന്ന ഈ പ്രതിഭാസം കാലാവസ്ഥാ വ്യതിയാനവും സമുദ്രനിരപ്പ് ഉയർച്ചയും വർദ്ധിപ്പിക്കുക മാത്രമല്ല, തീരദേശ നഗരങ്ങളെ ആനുപാതികമായി ബാധിക്കുകയും ചെയ്യുന്നു. ഭൂമി ഇങ്ങനെ ഇല്ലാതാകുന്നത് കണക്കിലെടുത്തില്ലെങ്കിൽ വരും ദശകങ്ങളിൽ ജീവിതത്തിന്റെയും അടിസ്ഥാന സൗകര്യത്തിന്റെയും നാശത്തിന് സാധ്യതയുണ്ടെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടി. എന്തായാലും ചൈനീസ് നഗരങ്ങളുടെ ഈ തകർച്ച പരിഹരിക്കുന്നതിനുള്ള പ്രധാന മാർഗം ഭൂഗർഭജലം വേർതിരിച്ചെടുക്കുന്നതിൽ സുസ്ഥിരമായ നിയന്ത്രണം കൊണ്ടുവരിക എന്നതാണെന്ന് ഗവേഷകർ മുന്നറിയിപ്പ് നൽകി.